ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ബീഫ് കറിയുടെയൊക്കെ അതേ ഒരു ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കടല റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കടല ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 7-8 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടല വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കടലയുടെ മുകളിൽ നിൽക്കുന്ന പോലെ നമ്മൾ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കടലയൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 7-8 വിസിലൊക്കെ വേണ്ടി വരും. അപ്പോൾ ഈ കടലയൊക്കെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സവോളയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങാക്കൊത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് സവോള ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ 2 മീഡിയം സൈസുള്ള സവോള നീളത്തിൽ അരിഞ്ഞെടുത്തത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ സവോളയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളൊരു 2 പച്ചമുളക് കീറിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ നമ്മളൊരു 6-7 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മളൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ കുരുമുളക് പൊടിയുടെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും ഇതിന് മുന്നിൽ നിൽക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികൾ ചേർക്കുമ്പോൾ സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടല വേവിച്ചെടുത്ത ആ ഒരു വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ കടല ഈ ഒരു മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ കടലയൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് വേവുകയും ചെയ്യും, കടലയിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 6-7 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഒന്ന് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതിൻ്റെ മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. നമ്മൾ സവോള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കടല വേവിച്ചപ്പോഴും അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടല റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ബീഫ് കറിയൊക്കെ തയ്യാറാക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ കടല റോസ്റ്റും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്